കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നാളുകളായി നാം ചിന്തിച്ചു വരികയായിരുന്നു സന്തോഷം എന്ന വിഷയത്തെക്കുറിച്ച്. സന്തോഷം, ദൈവം തരുന്ന സന്തോഷം, അതാണ് നിത്യസന്തോഷം. ലോകം തരുന്ന സന്തോഷം അത് നൈമിഷികമായ സന്തോഷമാണ്. ലോകസുഖങ്ങൾ ഇല്ലേ, ഓരോ സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും അത് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. പക്ഷേ യേശു തരുന്ന സന്തോഷം അത് തീർന്നു പോകുന്നതല്ല, അത് തുടർന്നു പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ നിത്യതയോളം തുടരുന്ന ഒരു സന്തോഷത്തിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. മരണമെന്ന ആ തെരശ്ശീലയിലൂടെ നാം അപ്പുറത്തേക്ക് കടക്കുമ്പോഴും ആ സന്തോഷം തീരുകയല്ല, ഒരു മഹാസന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയേ സന്തോഷിപ്പീൻ. എന്തിലാണ് സന്തോഷിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായും കർത്താവ് പറയുകയാണ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് നാം ചിന്തിച്ചാൽ 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ ഒരുവൻ കർത്താവിനെ വന്ന് വണങ്ങി, ഗുരു, ഞാൻ നിന്നെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലയായ്പാൻ ഇടമില്ല, സ്ഥലമില്ല എന്ന് പറഞ്ഞു. അവൻ വരാമെന്ന് പറഞ്ഞുവെങ്കിലും അവൻ്റെ ഉള്ളിൽ നിന്നല്ല പറഞ്ഞത്, അവൻ്റെ ഉള്ളിൽ കർത്താവിന് ഇടമില്ലായിരുന്നു. ഇന്നും ചിലരൊക്കെ അങ്ങനെയാണ്, പുറമേ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ യേശുവിനുള്ളിൽ ഇടമില്ല. ക്രിസ്തുവിനോട് ചേർന്നല്ല, ക്രിസ്തു പ്രസാദിക്കുന്ന പോലെയല്ല. പേരിന്, ക്രിസ്ത്യാനി എന്ന പേരിന് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന ഭാവത്തോടെ നയിക്കുന്നു, ഭാവത്തോടെ നടക്കുന്നു. കർത്താവിനിടമില്ല. കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിൽ പറവജാതികൾക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തലയും ചായ്പാൻ ഇടമില്ല. എന്നാൽ മറ്റൊരുവനോട് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടട്ടെ, പിന്നെ വന്ന് അനുഗമിക്കാം. വ്യത്യസ്തരായ രണ്ടുപേര്. ഒരാൾ അനുഗമിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ അവൻ്റെ ഉള്ളിൽ ദൈവത്തിന് ഇടമില്ല. ഒരുവനോട് അനുഗമിക്കാൻ പറഞ്ഞപ്പോഴും അവന് മറ്റ് കാര്യങ്ങളാണ്. കർത്താവിനെ അനുഗമിക്കുന്നതിനേക്കാൾ വലുതായി അവനുള്ളത് മറ്റ് പല കാര്യങ്ങൾ, ചില ചടങ്ങുകൾ, ചില പ്രവർത്തനങ്ങളാണ്. അപ്പനെ പോയി നല്ലൊരു കബറെടുക്ക് കൊടുക്കണം. കർത്താവിന് സ്തോത്രം. പോകട്ടെ, ഞാൻ അതിലേക്കൊന്നും തിരിയുന്നില്ല. ഏതായാലും രണ്ടുപേരും കർത്താവിനെ അനുഗമിക്കാൻ യോഗ്യരായില്ല. പക്ഷേ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. ഇതൊരു വലിയ ആത്മീയ അർത്ഥമാണ് നമ്മോട് വിളിച്ചു പറയുന്നത്. 2 പേർ പോയ സ്ഥാനത്ത് 70 പേരെ അപ്പോയിൻ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. നമ്മൾ വിചാരിക്കും, ഞാനൊരാളില്ലെങ്കിൽ ദൈവത്തിൻ്റെ വേല നടക്കുകയില്ലെന്ന്. അല്ല പ്രിയരെ, ദൈവത്തിൻ്റെ വേല ചെയ്യാൻ കിട്ടുന്നത് അവസരമായി കാണുക. നോ ഡിമാൻഡില്ല. അപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ, ഞാൻ വചനം പറഞ്ഞില്ലെങ്കിൽ, ഞാൻ ഇന്നത് ചെയ്തില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്ന് ചിന്തിക്കരുത്. കർത്താവേ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരം. കൃപയാൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ദാഹം കർത്താവ് തന്നിട്ടുണ്ട്. എത്ര ദൂരെ യാത്ര ചെയ്തും ഒരു 10 മിനിറ്റ് എൻ്റെ യേശുവിനെ സാക്ഷിക്കാൻ അവസരം കിട്ടിയാൽ ഞാൻ പോകും. 10 മിനിറ്റേ ഉള്ളോ, ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ വിചാരം. ഒരിക്കൽ ഇവിടെ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് 14 മണിക്കൂർ കാർ ഓടിച്ച് പോയാൽ അവിടെ ചെന്നാൽ ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സാക്ഷ്യം പറയാൻ അവസരം കിട്ടും, വരാമോ എന്നോട് ചോദിച്ചു. ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല. ഒരു മേന്മയായി പറയുകയല്ല കേട്ടോ, ഒരിക്കലുമല്ല. എന്ത് മേന്മ പറയാൻ, കർത്താവിന് സ്തോത്രം. പക്ഷേ ഞാൻ വരാമെന്ന് പറഞ്ഞു. ആ ദിവസം പോയി 10-14 മണിക്കൂർ വണ്ടി ഓടിച്ച് പോയി. അവിടെ ചെന്നു, ശുശ്രൂഷയിൽ പങ്കെടുത്തു, അധികമൊന്നും വിശ്രമിച്ചില്ല. തിരിച്ചും അതുപോലെ തന്നെ വണ്ടി ഓടിച്ച് വന്നു. വീട്ടിൽ വന്നു. അധികം താമസിക്കാതെ മറ്റൊരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിന് പോകാനിടയായി. ഞാൻ പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ബ്ലഡിൽ എൻ്റെ കർത്താവ് തന്ന ഒരു ആഗ്രഹവും കൊതിയുമാണ് യേശുവിനെ സാക്ഷിക്കുക. അതുകൊണ്ട് എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടുന്നുണ്ട്. സാധാരണ രീതിയിൽ നോ എന്ന് ഞാൻ പറയാറില്ല. ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ അത്രമാത്രം ഏതെങ്കിലും ഒരു അർജൻറ്റ് കാര്യമുള്ളെങ്കിൽ അല്ലാതെ എനിക്ക് അല്പം ക്ഷീണമുണ്ടെന്നോ ഒരു ചെറിയ അസുഖമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും
ഞാൻ ആ വേലയിൽ നിന്ന് മാറാറില്ല. എന്തുകൊണ്ടാണ്? യേശുവിനോട് സ്നേഹം. ഞാൻ ഇന്നായിരിക്കുന്നവൻ്റെ കൃപയല്ലേ. ഒന്നുമില്ലാത്ത എന്നെ, ഏതുമില്ലാത്ത എന്നെ, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ മാർഗമില്ലാത്ത എനിക്ക് ഈ മാന്യത തന്നത് ആരാണ്? ഈ രക്ഷ തന്നത് ആരാണ്? ഈ വാഹനം തന്നത് ആരാണ്? ഈ ആരോഗ്യം തന്നത് ആരാണ്? എല്ലാം ഓർക്കുമ്പോൾ എൻ്റെ യേശുവിനെ സാക്ഷിക്കാൻ കിട്ടുന്ന സമയം, അവസരം ഞാൻ ഒരിക്കലും കളയാൻ മനഃപൂർവ്വം ശ്രമിക്കാറില്ല. 19-ാമത്തെ വയസ്സിൽ എൻ്റെ നാഥന് വേണ്ടി എൻ്റെ ജീവിതം വേർതിരിച്ച കാലം മുതൽ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നിക്ഷേപിച്ച ഒരാഗ്രഹമാണ് യേശുവിനെ സാക്ഷിക്കുക എന്നുള്ളത്. അന്ന് വചനത്തെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല. പിന്നീട് ഞാൻ വചനം വായിച്ചപ്പോൾ, സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, നിങ്ങളെൻ്റെ സാക്ഷികളാകണം. യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണമെന്ന് കർത്താവ് പറഞ്ഞത് ഞാൻ പിന്നീട് വായിച്ചു. അത് വായിച്ച് ഞാൻ സന്തോഷിച്ചു. ഇന്നും ഞാൻ യേശുവിനെ സാക്ഷിക്കാൻ ഓടി നടക്കുന്നു. എവിടെ വിളിച്ചാൽ അവിടെ പോകും. കർത്താവിൻ്റെ സ്തോത്രം. ദൈവനാമം മഹത്വപ്പെട്ട്. വേറെ 70 പേരെ കർത്താവ് നിയമിച്ചു. അവരെ ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. 2 പേർ ചേർന്നുള്ള ശുശ്രൂഷ, അത് അനുഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ, വളരെ ശക്തനായ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്റർ എന്ന് അറിയപ്പെടുന്ന ഒരു ദേവദാസൻ പറഞ്ഞു, ഒരു പാസ്റ്റർ ഒരു ഭവനം സന്ദർശിക്കാൻ പോകുമ്പോൾ 2 പേര് കൂടി പോകണമെന്ന്. കഴിയുമെങ്കിൽ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോവുക. ഇനി അതിന് അവസരമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവവേദനെ കൂട്ടിക്കൊണ്ടു പോവുക, ഒറ്റയ്ക്ക് പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു 2 പേരെ അയച്ചത്? അതിന് ചില കാര്യങ്ങളുണ്ട്, ചില കാരണങ്ങളുണ്ട്. കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്. 2 പേർ ചേർന്നുള്ള ശുശ്രൂഷ. 2 പേർ ഒത്തിട്ടല്ലാതെ ഒന്നിച്ചു പോകുമോ? 2 പേരോടുകൂടിയുള്ള യാത്ര. കർത്താവിന് സ്തോത്രം. അങ്ങനെ അവർ ദേശങ്ങളിലേക്കൊക്കെ പോയി. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിനെന്നെല്ലാം കർത്താവ് പറഞ്ഞ് അവരെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നെല്ലാം പറഞ്ഞ് കർത്താവ് അയച്ചു. കർത്താവ് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. അവർ പല പട്ടണങ്ങളിലും ചെന്നു. കർത്താവിൻ്റെ വേല ചെയ്തു. എന്നാൽ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. വലിയ സന്തോഷം. ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചവർക്ക് ദൈവവേല ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും സന്തോഷം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, സന്തോഷത്തെക്കാൾ കൂടുതൽ നാം മഹത്വം എടുക്കരുത്. അത് ദൈവം ദുഃഖിക്കും. സന്തോഷിക്കാം. കർത്താവിന് വേല ചെയ്യാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ, കർത്താവേ സ്തോത്രം. സന്തോഷിക്കാം, കർത്താവിന് നന്ദി കരയറ്റാം. അതിനപ്പുറത്തേക്ക് പോകരുത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു എന്നുള്ളതിൽ നാം മഹത്വം എടുക്കരുത്. മഹത്വം ദൈവത്തിനുള്ളത്. എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊള്ളണം. ഗ്ലോറി ദൈവത്തിനുള്ളതാണ്. ദൈവത്തിൻ്റെ മഹത്വം ദൈവം ആർക്കും കൊടുക്കുകയില്ല. നാം മഹത്വം എടുത്താൽ ആ വേലയുടെ എല്ലാ ഫലവും പോയി എന്ന് മാത്രമല്ല, നമുക്കത് വീഴ്ചയ്ക്ക് കാരണമാകും. കർത്താവിന് സ്തോത്രം. വരട്ടെ. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. ഭൂതങ്ങൾ പോലും കീഴടങ്ങുന്നുവെന്ന് ഒരു വലിയ, അതുവരെ ഇല്ലാത്തൊരു അനുഭവം, അതുവരെ ഇല്ലാത്ത ചില കൃപാവരങ്ങൾ അവരിൽ വെളിപ്പെട്ടു. വലിയ സന്തോഷം. പക്ഷേ കർത്താവ് പറഞ്ഞു, 20-ാമത്തെ വാക്യം, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല സന്തോഷിക്കേണ്ടത്. അത് ശുശ്രൂഷയാണ്. അത് കർത്താവ് തന്ന ദാനമാണ്. അത് സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി കർത്താവ് തന്നൊരു ഗിഫ്റ്റാണ്. അതിൽ നമുക്ക് സന്തോഷിക്കാൻ വകയില്ല. അത് സന്തോഷിക്കാം. സ്വർഗം സന്തോഷിക്കും, ദൈവം സന്തോഷിക്കും, മാലാഖമാർ ആർപ്പിടും. ആ കൂടെ നമുക്കും കർത്താവെ അവിടുന്ന് പ്രവർത്തിച്ചല്ലോ എന്നോർത്ത് കർത്താവിന് മഹത്വം കൊടുത്ത് സന്തോഷിക്കാം. പക്ഷേ വാസ്തവമായ സന്തോഷം എവിടെയാണ് വേണ്ടത്? കർത്താവ് പറയുകയാണ്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയേ സന്തോഷിപ്പീൻ. വാസ്തവമായി നമുക്ക് സന്തോഷിക്കാനുള്ളത് സ്വർഗീയ നന്മകൾ ഓർത്താണ്. ഭൗതിക നന്മയിൽ സന്തോഷിക്കാം, പക്ഷേ അതിൽ എത്രയോ 100 1000 10,000 കോടിക്കണക്കിന് വലുതാണ് നമുക്ക് ദൈവം തന്ന രക്ഷയുടെ മഹത്വം. നമുക്ക് ദൈവം ദാനമായി തന്ന രക്ഷയുടെ ആ വലിപ്പം. കർത്താവിന് സ്തോത്രം. നമുക്ക് തന്ന പാപമോചനത്തിൻ്റെ ആ വില, കർത്താവ് തൻ്റെ രക്തം ചിന്തിയതിൻ്റെ വില, അതൊക്കെ എത്രയോ വലുതാണ്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ അത് നടക്കട്ടെ, അല്ല നമ്മിലൂടെ ചില ശുശ്രൂഷകൾ വെളിപ്പെടട്ടെ, ചില കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ,
അതിലൊന്നും നമുക്ക് പ്രശംസിക്കാനില്ല, പുകഴാനില്ല. എല്ലാം ദാനമല്ലോ, എല്ലാം കൃപയാണ്. അതിലെല്ലാം സന്തോഷിക്കേണ്ടത്. നാഥ, എൻ്റെ പേര് നീ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തല്ലോ. ഞാൻ എപ്പോൾ കടന്നു പോയാലും ദൈവരാജ്യത്തിലെത്തുമുള്ള ഉറപ്പെനിക്ക് തന്നല്ലോ. ഭൂതങ്ങൾ കീഴടങ്ങുന്നതിൽ സന്തോഷിച്ച് അതിൽ മതിമറന്ന് നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കാതെ ശുദ്ധീകരണം പ്രാപിക്കാതെ നാം പോയാൽ, മത്തായി സുവിശേഷത്തിൽ പറയുന്നു, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികളും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. കർത്താവ് പറയുകയാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞിട്ടില്ല. ദൈവമില്ലാതെ ദൈവവേല ചെയ്യാം, ദൈവമില്ലാതെ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം. അധർമ്മം മാറാതെ ശുദ്ധീകരണം പ്രാപിക്കാതെയും കൃപാവരങ്ങൾ വെളിപ്പെടാമെന്ന് ഈ വാക്യം വെളിപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് ലഭിച്ച കൃപാവരത്തിലല്ല മകനെ നീ സന്തോഷിക്കേണ്ടത്. പ്രിയമകളെ, നിന്നിൽ കർത്താവ് പകർന്ന കൃപയിലോ കൃപാവരത്തിലോ അല്ല നീ സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത്. എൻ്റെ കർത്താവെ, നാശത്തിലേക്ക് പോകേണ്ട എൻ്റെ ആത്മാവിനെ നിത്യജീവൻ്റെ ഓഹരിക്കാരിയാക്കിയല്ലോ. അങ്ങനെ സന്തോഷിക്കാറുണ്ടോ? വാസ്തവമായി അതിലാണ് സന്തോഷിക്കാൻ കർത്താവ് പറഞ്ഞത്. എന്നാൽ നമുക്കൊരു ശുശ്രൂഷ കിട്ടിയാൽ നാം അതിൽ സന്തോഷിക്കാം, പക്ഷേ അത് നിഗളത്തിലേക്ക് പോകരുത്. മറ്റുള്ളവരെക്കാൾ ഞാൻ എന്തോ ബെറ്ററാണെന്ന് ചിന്തിക്കരുത്. അതെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ വീഴ്ചയിലേക്ക് നയിക്കും, വീഴാൻ സാധ്യതയുണ്ട്. കർത്താവ് സ്തോത്രം. പക്ഷേ എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യണം. അത് സഭയുടെ നന്മയ്ക്കാണ്. എന്ത് ചെയ്യണം? കർത്താവേ, അവിടുന്ന് തന്നു, ഞാൻ ജനത്തിന് കൊടുത്തു, അത്രയേ കാര്യമാവുള്ളൂ. കർത്താവ്, ഈ മൺകൂടാരത്തെ ഉപയോഗിച്ചല്ലോ എന്നേ ഓർക്കാവുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഏതെങ്കിലും ഒരു സിദ്ധിയുണ്ട്, എനിക്ക് വേറെ വലിയൊരു സിദ്ധിയുള്ള ആളാണ് ഞാനെന്ന് ചിന്തിക്കരുത്. മോനെ, വീഴ്ച ഉടനെ വരും. കർത്താവേ, മൺകൂടാരത്തെ അവിടുന്ന് ഉപയോഗിക്കുന്നല്ലോ. എൻ്റെ അപ്പാ, അവിടുത്തെ പ്രിയമക്കളെ അനുഗ്രഹിക്കാൻ ഈ മൺകൂടാരത്തെ ഉപയോഗിക്കുമ്പോൾ എന്നെയും അനുഗ്രഹിക്കണമേ. എൻ്റെ പേരിൽ നിൻ്റെ കൃപ പകരണമേ. എന്നെയും വിശുദ്ധീകരണത്തിൻ്റെ ആഴത്തിലേക്ക് നയിക്കണമേ. എൻ്റെ കർത്താവേ, ഞാൻ തന്നെത്താൻ ശോധന ചെയ്യുവാൻ, എനി വിക്കറ്റ് തിങ്സ് ഇൻ മൈ മൈൻഡ്, എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ യഹോവേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചെന്നെ നിലവിളി അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നുള്ളതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ സഭ വളരും. സഭയിലുള്ള ഒരു കർത്താവിനെ മുറുകെ പിടിക്കും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൃപാവരങ്ങൾക്കെതിരല്ല. ദൈവം തന്ന ഗിഫ്റ്റുകൾ കൈനീട്ടി വാങ്ങണമെന്നും അത് കയ്യിൽ വയ്ക്കാതെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നും ഞാൻ 100% വിശ്വസിക്കുന്നു. അത് കർത്താവിൻ്റെ പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ കൃപാവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്നും ഞാൻ ചിന്തിക്കുന്നു. വചനപ്രകാരം കർത്താവിന് സ്തോത്രം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കേടുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ ഇത്രയും സന്തോഷിപ്പീൻ. അതാണ് ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും സൗഭാഗ്യവും. ആ ഭാഗ്യത്തിലേക്ക് നയിക്കാനാണ് ദൈവം നിങ്ങളെ വിളിച്ച് ഈ വചനം കേൾപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ തീർന്നു പോകുന്ന ചില സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും തന്ന് തീർക്കാനല്ല പ്രിയരെ, അല്ല മകനെ, അല്ല മകളെ. നിൻ്റെ ഒരു കടബാധ്യത മാറ്റി, നിൻ്റെ ഒരു രോഗം മാറ്റി, നിൻ്റെ ഒരു തലവേദന മാറ്റി, നിൻ്റെ ഭൂമിയിലുള്ള ഒരു ചെറിയ പ്രശ്നം മാറ്റി, നിനക്കൊരു നല്ല ജോലി തന്ന്, നിന്നെ വിദേശത്തേക്ക് പോകാൻ ഒരു വിസ തന്ന്, നിനക്കൊരു വീട് തന്ന്, ഒരു കാറ് തന്ന്, നിന്നെ ഇവിടെ അനുഗ്രഹിച്ച് ഇവിടെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് തരും ദൈവം. പക്ഷേ അതിലുപരിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിത്യജീവൻ്റെ അവകാശം ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഈ ഭൂമിയിൽ വെച്ച് പ്രാപിക്കണം. അതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പീൻ. നമുക്കതിൽ സന്തോഷിക്കാം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അനുഭവം. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യപദവിയിലേക്ക് ദൈവം നിങ്ങൾ നയിക്കട്ടെ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യജീവൻ്റെ അനുഭവം, നിത്യജീവൻ്റെ അവകാശം, നിത്യജീവൻ്റെ ഓഹരി പ്രാപിക്കുന്നവരായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും തീർക്കട്ടെ. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, തീർച്ചയായും പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾ തരുന്ന അഡ്വൈസ്, നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം, ദൈവ മക്കളായതിന് ശേഷം അപ്പാ എന്ന് വിളിച്ച് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ അപ്പൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അങ്ങനെ ആ അപ്പനും മകനും എന്നുള്ള ആ ബന്ധം, സൺഷിപ്പ്, അതിൽ നിങ്ങൾ വളരണമെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുകയും ഞങ്ങൾ ഉപദേശിക്കുകയും ചെയ്യുന്നത്.
എങ്കിലും പ്രിയരെ, അത്യാവശ്യമെങ്കിൽ വിളിക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.